അളവുകോലുകൾ. സ്നേഹിതരെ, ഇന്ന് നാം നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അഥവാ നാം ഉപയോഗിക്കുന്ന ചില അളവുകോലുകളെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അളവുകോലുകൾ? അളവുകോലുകൾ രൂപാന്തരപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തന്നെ അളവുകോലുകളല്ലേ? ഒരു വ്യക്തിയെ കാണുമ്പോൾ നാം എങ്ങനെയാണ് അദ്ദേഹത്തെ അളക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പണം, വീട്, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന അളവുകോലുകൾ വച്ചല്ലേ? ഇതെല്ലാം ധാരാളമുണ്ടെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചവനാണ്, മിടുക്കനാണ് എന്ന വിശേഷങ്ങളിൽ നാം എത്തിച്ചേരും. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ ഭൗതിക സമ്പന്നതയാണ് നാം നമ്മുടെ അളവുകോലുകൾ വെച്ച് അളന്നത്. അതേസമയം വേറൊരു വ്യക്തി ദൈനംദിന ജോലികൾ ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വേതനം കൊണ്ട് ജീവിതം ഉന്തി നിൽക്കുന്ന, സ്വന്തമായി വീട് ഇല്ലാത്ത, വാഹനമില്ലാത്ത, എന്നാൽ വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കുന്ന, ദൈവഭയമുള്ള ഒരുവനെ മുൻ പറഞ്ഞ അളവുകോലുകൾ വെച്ച് അളന്നാൽ എന്തായിരിക്കും നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്? നമുക്ക് ഒന്ന് ചിന്തിക്കാം. സമൂഹത്തിൽ സമ്പത്തുള്ളവനെ സമൂഹം കൂടുതൽ ആദരിക്കുകയും സ്ഥാനവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പഴഞ്ചൻ രീതികളല്ലേ? പുരുഷന്മാരുടെ കഴിവിൻ്റെ മാനദണ്ഡമായി നാം പരിഗണിക്കുന്നത് അവരുടെ പണമാണ്. സ്ത്രീകൾ ആകട്ടെ അവരുടെ സൗന്ദര്യത്തിൻ്റെ പേരിലും അംഗീകാരം നേടുന്നു. ഇവിടെ നമ്മുടെ കുട്ടികൾക്കായുള്ള യഥാർത്ഥത്തിലുള്ള മൂല്യബോധം പകർന്നു കൊടുക്കുന്നതിൽ നാം വളരെ പിന്നിലാണ്. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് ചെയ്തത് എന്താണ്? യേശു അന്ന് സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്ന അളവുകോലുകൾ മാറ്റി എന്നുള്ളതാണ്. അന്നുവരെ ഫരിസേയരും സദുക്കയരും പുരോഹിതരും ന്യായാധിപന്മാരും ഉപയോഗിച്ചിരുന്ന അളവുകോലുകൾ. ഒരു യഥാർത്ഥ നേതാവ് ചെയ്യേണ്ടത് അളവുകോലുകൾ മാറ്റുക അഥവാ കാഴ്ചപ്പാടുകൾ മാറ്റുക എന്നുള്ളതല്ലേ? യേശു എപ്പോഴും പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നു, അവൻ അളവുകോലുകൾ മാറ്റുകയായിരുന്നു. വിശുദ്ധിയുടെ, പരസ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ അളവുകോലുകൾ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. വിപ്ലവാത്മകമായ യേശുവിൻ്റെ അളവുകോലുകൾ പഴയ നിയമത്തിൽ വ്യാപകമായി പ്രതിപാദിച്ചിരിക്കുന്ന യേശു ഇവിടെ മറികടക്കുന്നു. കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതും രക്തസ്രാവക്കാരിയുടെ സ്പർശനത്തെ കുറ്റപ്പെടുത്താത്തതും മൃതശരീരം സ്പർശിക്കുന്നതും പാപികളോടൊത്ത് ഭക്ഷണത്തിനിരിക്കുന്നതും പുതിയ സമീപനങ്ങളാണ് അഥവാ അളവുകോലുകളാണ്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയുടെ അളവുകോലുകൾ. എങ്ങനെയാണ് നമ്മുടെ അളവുകോലുകൾ രൂപീകരിക്കപ്പെടുന്നത്? നമ്മുടെ ചിന്തകൾ, നാം ചരിക്കുന്ന മേഖലകൾ, നാം ബന്ധപ്പെടുന്ന വ്യക്തിത്വങ്ങൾ. തീർച്ചയായും നമ്മുടെ മാതാപിതാക്കൾ, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസവും അറിവും, ക്രിസ്തുവിലുള്ള പ്രത്യാശ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവബോധം, ഇവയെല്ലാം നമ്മുടെ ഉൾക്കാഴ്ചയെ സ്വാധീനിക്കുകയും മിഴിവാർന്ന അളവുകോലുകൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. സുവിശേഷത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ അളവുകോലുകൾ ഒന്ന് പരിശോധിക്കാം. അത് ജീർണിച്ചതാണോ, കാലഹരണം ചെയ്തതാണോ, അത് മാറ്റം ചെയ്യപ്പെടേണ്ടതാണോ എന്ന് പരിശോധിക്കാം. മാറ്റപ്പെടേണ്ടതാണെങ്കിൽ നമുക്ക് മാറ്റാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ജെയിംസ് കാരേത്ത്.